എല്ലാവരെയും J4U ടിപ്സിന്റെ നല്ലൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ, അതായത് ഈ കൊച്ചു പൂന്തോട്ടത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കാണിക്കാത്തതെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്നാ പിന്നെ നമ്മുടെ വീട്ടിലെ ഗാർഡൻ ടൂറൊക്കെ അങ്ങ് കാണിച്ചേക്കാന്നല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണണ്ടേ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളുടെ അവസ്ഥകള്, പൂക്കളൊക്കെ വിരിഞ്ഞാണോ നിൽക്കുന്നത് എന്നൊക്കെ കാണണ്ടേ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അങ്ങ് കാണാം അല്ലെ. അപ്പൊ നമ്മുടെ പൂന്തോട്ടമൊക്കെ ഒരു സൈഡിൽ നിന്ന് മുതൽ അങ്ങ് കണ്ടു തുടങ്ങിയാലോ. നമ്മുടെ കുറെ ഭാഗങ്ങളൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ട്, എന്നാൽ നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മുടെ പൂന്തോട്ടങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു കൊച്ചു പൂന്തോട്ടം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പുറകുഭാഗത്ത് നിൽക്കുന്ന നമ്മുടെ ബാൾസം ചെടി ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ചെടിയിലൂടെയാണ് കേട്ടോ നമ്മുടെ കുറെ കൂട്ടുകാര് നമ്മുടെ ഈ ഒരു ചാനലിനെ പരിചയപ്പെടുന്നത് തന്നെ അല്ലെ. അപ്പം എല്ലാവരും അങ്ങനെ കുറെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, ഈ ബാൾസം ചെടീനെ കുറിച്ച് കൂടുതലും അറിയാൻ സാധിച്ചത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒരു 40 വെറൈറ്റിയോളം ഉണ്ട് കേട്ടോ. നമ്മുടെ ഡബിൾ പെറ്റൽസും നമ്മുടെ ഹൈബ്രിഡും എല്ലാമായിട്ട് 40 വെറൈറ്റിയോളം ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല കേട്ടോ. അത് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പൂക്കളെയൊക്കെ എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോസ് ചെടീനെ ഒന്ന് കാണാം അല്ലെ. അപ്പൊ ഈ റോസ് ചെടീന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമുക്കിപ്പോ നമ്മുടെ ഈ ചൈനീസ് ബോൾസം ചെടി എല്ലാ സമയത്തും പൂക്കളാണ് കേട്ടോ. അതേപോലെ നമ്മുടെ റോസ് ചെടിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം എല്ലാ പൂക്കളെ ഒരുമിച്ച് കാണണമെന്ന് വെച്ചാൽ നടക്കൂല. അതായത് ഓരോ ചെടിയിൽ ഓരോ സമയത്തായിട്ട് ഓരോ പൂക്കൾ വന്നും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറവാണ്, പക്ഷെ എന്നാൽ തന്നെ നമുക്ക് ഉള്ളത് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ നമ്മുടെ ഈ ഒരു റോസിനെ കാണാനായിട്ട്. നല്ലൊരു ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ. ഇതിലിനി വിരിയാനായിട്ട് കുറെ മുട്ടുകളും കൂടെ ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ല ഇത് നമ്മുടെ ഓറഞ്ച് റോസാണ് കേട്ടോ. അപ്പം അതിരാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞുവെള്ളത്തിലൊക്കെ കുളിച്ചാണ് കേട്ടോ നമ്മുടെ റോസാപ്പൂ നിൽക്കുന്നത്. റോസ് ഉണ്ടല്ലോ, ഇതിന്റെ ഇതളകൾക്ക് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെറും ഒരു സിംഗിൾ ആയിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഉണ്ടാകുന്ന ഒരു കൊലയില് ഏകദേശം ഒരു 6-7 പൂക്കൾ ഇങ്ങനെ ഉണ്ടായി വരും കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മുടെ ഒരു റോസ് ചെടി നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവും. ഇത് നമ്മുടെ സാധാ നാടൻ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു ക്ലൈംബിംഗ് റോസ് ആണ് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരുന്നതായിരിക്കും. ഇനി കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഒരു വള്ളിയായിട്ട് ഇങ്ങനെ കയറ്റി വിടാവുന്ന ഒരു റോസ് ചെടി. ഇതാണ് കേട്ടോ നമ്മുടെ റോസുകളുടെ താരസുന്ദരി. അതായത് നല്ല എന്ത് ഭംഗിയായിട്ടാന്ന് നോക്കിയാൽ നല്ല സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ ടൈഗർ റോസ്. ഇത് നമ്മുടെ ഒരു ക്ലൈംബിംഗ് റോസ് ആണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇതിൽ പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പൊ ഇതില് വേറെ ഇനി കുറെ പൂ വിരിയാനായിട്ട് മുട്ടുകൾ. നമ്മുടെ നല്ല ഡാർക്ക് മെറൂൺ റോസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയില്. പിന്നെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മെലസ്റ്റോമ ചെടി. എന്തൊരു ഭംഗിയായിട്ടാണെന്നറിയാം പൂത്ത് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ തരുന്ന ഒരു കളറും കൂടിയാണ് കേട്ടോ. അത്ര ഭംഗിയായിട്ടാണ്, എനിക്ക് പറയാൻ വാക്കുകൾ ഇങ്ങനെ കിട്ടുന്നില്ലേ. അപ്പൊ അതും കൂടെ നമുക്ക് കാണാം. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം കേട്ടോ. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു പൂച്ചെടിയിലുണ്ടല്ലോ, എല്ലാ ടൈമിലും നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരേപോലെ നമുക്ക് പൂക്കൾ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ഞാന് നമ്മുടെ പെറ്റൂണിയ ചെടിയൊക്കെ ഇപ്പൊ നമുക്ക് നിലവിൽ നിങ്ങളെ കാണിച്ചു തരാനില്ല. നമ്മുടെ ചെടിയെല്ലാം നാശമായി പോയി കേട്ടോ. അതായത് നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയ ചെടി. അപ്പം അതെല്ലാം നമ്മൾ മുന്നേ വിഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതും കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഗാർഡൻ ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെലസ്റ്റോമ പ്ലാന്റ് ഇത്ര നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പൂച്ചെടിയിൽ കൂടി ഉണ്ടല്ലോ ചെറിയ വണ്ടുകളെല്ലാം വന്ന് രാവിലെ തന്നെ തേൻ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോളിയാസ് ചെടീനെ ഒന്ന് കാണാം അല്ലെ. അപ്പൊ ഈ കോളിയാസ് ചെടി ഉണ്ടല്ലോ നമ്മുടെ വീടിന്
പല കളറുകൾ തരുന്ന നല്ലൊരു ഇലച്ചെടിയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിട്ട് കാണാനായിട്ട്. പക്ഷെ എന്റെ കയ്യിലുള്ള കോളിയാസ് ചെടി ഉണ്ടല്ലോ, ഇപ്പം ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ അധികം കളക്ഷൻസ് ഇല്ല കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചെടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ചെടികളെയും ഒരേപോലെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഉള്ളതൊക്കെ ഒന്ന് കാണാം. പിന്നെ അടുത്തായിട്ട് നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗത്തായിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ കുറച്ച് ബാൾസം ചെടി ഞാൻ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കൂടുതലായിട്ടും ബാൾസം ചെടി ആയിരിക്കും കാണാനുണ്ടാവുള്ളൂ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടിയാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാ ടൈമിലും നമുക്ക് പൂക്കളായിരിക്കും. അപ്പൊ നമ്മുടെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നമ്മുടെ ബാൾസം ചെടി ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ബാൾസം ചെടി തന്നെ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതും കൂടി നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ നമ്മൾ ഇങ്ങനെ വെക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഈ നല്ല അതായത് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചെടികള് വെയിലൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വാടി നിൽക്കും കേട്ടോ. പക്ഷെ വൈകുന്നേര സമയത്തും അതിരാവിലെ സമയത്തും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പൂച്ചെടിനെ കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു ചെടിയാണ് കേട്ടോ. അപ്പൊ അത് മറ്റൊരു ചെടിയല്ല, നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽസ് പെറ്റൂണിയ. നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളുമായിട്ടാട്ടോ നമ്മുടെ ഈ ഒരു ചെടി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതും കൂടി അങ്ങ് കാണാം. ചെടി തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ കാർ പോർച്ചിന്റെ ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ പുതിയ പ്ലാന്റ് ആണ്, അധികം ആയിട്ടില്ല. അപ്പൊ അതിന് തിക്നെസ് കുറവാണ് കേട്ടോ. പിന്നെ നല്ല കട്ടിക്കായിട്ട് ഇങ്ങനെ വരണം. അപ്പൊ അതും കൂടെ കാണാൻ പോകുന്നത് നമ്മുടെ പെറ്റൂണിയ ചെടീനെ ഒന്ന് കാണാം കേട്ടോ. പെറ്റൂണിയ ചെടി അതിന്റെ ആ ഒരു എന്താ പറയാ കുറച്ച് നാള് മുന്നേ നമ്മുടെ ഗാർഡൻ ടൂർ സത്യം പറഞ്ഞാലും നമ്മളൊരു ഏപ്രിൽ മാസത്തിലേക്കാണ് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിതൊരു മെയ് മാസം ആയില്ലേ. അപ്പൊ മെയ് മാസമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പെറ്റൂണിയ ചെടി പോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ വിഷ്വല് ഒരു 2 ആഴ്ച മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെടി ഇരുന്നതും എങ്ങനെയാന്നൊക്കെ ആ വിഷ്വലിലൂടെ ഒന്ന് കാണാം കേട്ടോ. അതിനുശേഷം നമ്മുടെ പെറ്റൂണിയ ചെടി ഇരുന്ന ഭാഗത്ത് നമ്മൾ ഏത് ചെടിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതും എല്ലാരും കണ്ടില്ലേ. അപ്പൊ ഇനി നമ്മുടെ പെറ്റൂണിയ ചെടി ഇരുന്ന ആ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ തിണ്ണയുടെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ നമ്മുടെ പെറ്റൂണിയ ചെടി വെച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ ആ അതേ ഭാഗത്ത് നമ്മൾ ഇപ്പൊ വെച്ചേക്കണത് നമ്മുടെ ഡബിൾ പെറ്റൽസും നമ്മുടെ ചൈനീസ് ബോൾസത്തിന്റെ സിംഗിൾ പെറ്റൽസും എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ട് നമ്മളങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയാന്തസ് ചെടി ഇപ്രാവശ്യം ഞാൻ അധികം അങ്ങനെ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് ഉള്ളതൊന്ന് കാണാം. കയ്യിലിപ്പം പോകാതെ നിൽക്കുന്ന ഒരു പെറ്റൂണിയ ചെടി ഒരു 3-4 കളറുണ്ട് കേട്ടോ. അത് ഞാനൊരു വേറൊരു സൈഡ് ഭാഗത്തേക്കായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസിന്റെ തന്നെ പെറ്റൂണിയ ചെടിയാണ് കേട്ടോ. പക്ഷെ ഇത് ഹൈബ്രിഡ് ആണ്. അപ്പം ഇതിലും അത്യാവശ്യം നല്ലോണം പൂക്കളുണ്ടായി നിൽക്കും. നമുക്ക് നമ്മുടെ അസേല ചെടിയിൽ പൂവിട്ട് നിൽക്കുന്ന കാണാം കേട്ടോ. ഈ അസേല ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളെ കുറിച്ചും നമ്മൾ എല്ലാം നല്ല ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവും കേട്ടോ എന്തൊക്കെ ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളതെന്നൊക്കെ. അപ്പം അതും കൂടെ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ജെറേനിയം ചെടിയിൽ പൂക്കളിട്ട് നിൽക്കുന്നത് കാണണ്ടേ. അപ്പൊ ഈ ജെറേനിയം ചെടിയിലുണ്ടല്ലോ, കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസം പകുതി ആയപ്പം ഇല കാണാതെ ഈ ചെടിയിൽ പൂക്കളായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എടുത്തില്ലായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിലും കൂടുതൽ പൂക്കൾ ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീഡിയോ ഗാർഡൻ ടൂറിന്റെ ഒന്നിച്ച് കാണിക്കാന്ന് വിചാരിച്ച് എടുത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് പൂക്കൾ തീരെ കുറഞ്ഞു പോയി കേട്ടോ. പക്ഷെ എന്നാലും ഉള്ള പൂക്കളൊക്കെ ഒന്ന് കാണും കേട്ടോ. എന്തായാലും എനിക്കത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. എന്നാൽ വെച്ചാൽ അത്രയും പൂക്കൾ വിരിഞ്ഞു നിന്നിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂമുട്ടുകളൊക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ വിരിയാനായിട്ട്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കൂടുതൽ പൂക്കൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോ ഇപ്പൊ നമുക്ക് ഒട്ടും പൂക്കൾ ഇല്ലാണ്ടായി പോയി കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ, നമ്മുടെ ഡബിൾ പെറ്റൽസിന്റെ ബാൽസം പൂക്കളാണ് കേട്ടോ കാണുന്നത്. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഏരിയയിൽ വെച്ചിരിക്കുന്നതിലാണ്. ഇതിൽ അത്യാവശ്യം നല്ലോണം നമുക്ക് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഡബിൾ പെറ്റൽസിൽ വേറൊരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ പൂക്കൾ കുറവാണ്. അപ്പൊ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ചൈനീസ് ബാൾസും കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പം അതും കൂടി അങ്ങനെയാണ് കണ്ടേച്ചത്. നമ്മുടെ വെറൈറ്റി ആണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റില് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ്. ഇതിന്റെ ലീഫ് ആണെങ്കിലും ഒരു ഡാർക്ക് മെറൂൺ പോലെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. അപ്പം അതൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നതും ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ പിങ്കില് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഇപ്പൊ അടുത്തായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ലൊരു ഡാർക്ക് മജന്ത കളറിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. കറക്റ്റ് കളർ മനസ്സിലാകുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുള്ള നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് വെരിഗേറ്റ് ലീഫില് നല്ല ഓറഞ്ച് കളർ പൂവാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും. നമ്മുടെ ചൈനീസ് ബോൾസത്തിന്റെ ഡബിൾ പെറ്റൽസിന്റെ ആണ്. എന്നാലും മുല്ലപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ചെടിയിൽ ഈ പൂ വിട്ട് നിൽക്കുന്നത് കാണാൻ. നമ്മുടെ ഈ ഒരു ചൈനീസ് ബോൾസത്തിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസിലുണ്ടല്ലോ നമുക്ക് പൂക്കൾ കുറവായിരിക്കും കേട്ടോ. എന്നാ വെച്ചാൽ നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതിൽ, അതായത് നമ്മുടെ മജന്ത, പീച്ച്, അങ്ങനെ ഒത്തിരി കളറുകളുണ്ട്. അതിലെല്ലാം നമുക്ക് എപ്പോഴും നിറയെ പൂക്കളായിരിക്കും കാണാവുന്നത്. പക്ഷെ ഇങ്ങനെ വരുന്ന വെറൈറ്റീസിൽ നമുക്ക് പൂക്കളുടെ ആ ഒരു ഇത് കുറവായിരിക്കും. കൂടുതലും നമുക്ക് ഇലകളായിരിക്കും കൂടുതലായിട്ടും കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽസ് ചെടിയിലുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സ്ഥാനം മാറ്റിയിട്ടാണ് വെച്ചേക്കണത്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് ഇപ്പൊ നമുക്ക് നല്ലോണം പൂക്കളൊക്കെ വന്നതായിരുന്നു കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന് ചെറിയൊരു രോഗം പിടിപെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അതിന്റെ രോഗങ്ങളൊക്കെ അത്യാവശ്യം മാറി തുടങ്ങി. പക്ഷെ പൂക്കൾ നമുക്ക് ഒത്തിരി കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിലൊക്കെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി വരണം. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. നമ്മുടെ കൊങ്ങിണിച്ചെടിന്റെ 2 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒരു മഞ്ഞ, വൈറ്റ്. ാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡില് നിറച്ച് പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ എനിക്ക് അധികം വെറൈറ്റീസ് കളറുകൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ കുറച്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഒന്ന് എല്ലാവരും നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസ് സൈഡ് ഭാഗത്തായിട്ട് നമ്മുടെ ജറബറ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ജറബറയിൽ നമുക്ക് അധികം പൂക്കളൊന്നുമില്ല. പക്ഷെ ഒരു 1-2 പൂവൊക്കെ ഉണ്ട്. എന്നാലും അതും കൂടെ ഒന്ന് കണ്ടിച്ചു. ഇത് നമ്മുടെ ജറബറ ചെടിയില് പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നല്ല ഡാർക്ക് പിങ്ക് റോസ് കളറാട്ടോ ഇതിന്റെ ഒരു പൂക്കളുടെ കളറ്.
അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫ്ലവറും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു പൂവാണ് കേട്ടോ ഇതിൽ വിരിഞ്ഞേക്കണത്. അപ്പൊ അധികം പൂക്കളില്ല നമ്മുടെ ജറവറ ചെടിയില്, പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്ലോക്സ് ചെടിയിൽ പൂവുണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ട് നല്ലോണം പൂ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കൂടുതൽ പൂ വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് ആ ചെടിയും പോയി പൂവും പോയി കേട്ടോ. അപ്പൊ ഇപ്പൊ രണ്ടാമത് ഞാൻ വീണ്ടും പാകി മുളപ്പിച്ചിട്ട് ഇത് നമ്മൾ കവറിലാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ അതിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പൂക്കളൊക്കെ ഇനി വരുമ്പോ പിന്നീട് കാണിച്ചു തരാം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ചെടി ഏതാണെന്നറിയോ? നമ്മുടെ സാൽവിയ പ്ലാന്റ്. അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഏതോ വലിയ എന്തോ ചെടിയായിരിക്കുന്നു. പക്ഷെ നമ്മൾ ചെടി കാണുമ്പോണ്ടല്ലോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ചെടികൾ തന്നെ ആയിരിക്കും കേട്ടോ. അതിന്റെ ഒരു 6 വെറൈറ്റീസ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു ചെടീനെ എനിക്ക് അത്രയേറെ ഇഷ്ടം തോന്നിയത് നമ്മൾ ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം ആ ചെടീനെ അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ആ ഒരു ചെടീനോട് ആഗ്രഹം തോന്നി. അപ്പൊ ആ ചെടി ഞാൻ കണ്ടപ്പോൾ അങ്ങനെ 6 വെറൈറ്റീസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണണം കേട്ടോ. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ കണ്ണുകളും മനസ്സുകളും നിറയുന്ന തരത്തിലൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളാണ്. പക്ഷെ ഇതിന്റെ ഒരു ഞാനിതിനെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ റെഡും വൈറ്റും ആണ് കേട്ടോ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കളറുകളാണ്. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ 2 കളർ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ നല്ല വയലറ്റും ഒരു പർപ്പിൾ കളറും. ഇത് കാണുന്നത് റെഡ് കളറാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ വൈറ്റ്. ഇതിൽ നല്ലോണം പൂക്കളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഈ കാണുന്ന കളറാണ് നമ്മുടെ റെഡിൽ ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അപ്പൊ അതാണ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കനകാംബര കളർ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടെയൊക്കെ ചെടികൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡ് റോസ് നല്ല കൊല കുത്തി പൂത്ത് കിടക്കുന്നത് കാണണ്ടേ? അപ്പൊ നമ്മുടെ അതും കൂടെ കാണാം. നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ സീനിയ ചെടി കേട്ടോ. പക്ഷെ ഈ സീനിയ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇസ്രയേലിൽ നിന്ന് ഇതിന്റെ സീഡ്സ് കൊണ്ടുവന്ന് നമ്മൾ പാകി മുളപ്പിച്ചതാണ് കേട്ടോ. ഇതെന്റെ അനിയത്തി വന്നപ്പം കൊണ്ടു തന്നതാണ്. പക്ഷെ ഇത് വളരെ ബുഷിയായിട്ടാണ് ഈ ഒരു ചെടി നിൽക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നിറച്ചു പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒത്തിരി കളറുകളില്ല, ഒരു 3-4 കളറുകളേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സീനിയ ചെടി പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. നല്ല റെഡില് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തായിട്ട് നമ്മുടെ ടർട്ടിൽ വൈൻ ഒന്ന് കാണാം. അപ്പൊ ടർട്ടിൽ വൈൻ നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ചെടി നട്ടിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. അപ്പൊ നല്ല ബുഷിയായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 ചോട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിന്റെ കളർ കണ്ടോ, ഒരു യെല്ലോ ഷെയ്ഡ്. അടുത്തത് ഒരെണ്ണം നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ യെല്ലോ കളർ വരുന്നതിന് അത്യാവശ്യം ഒരു ചെറിയൊരു സൺലൈറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനത്തെ കളറായിട്ട് മാറുന്നത്. നല്ല ഗ്രീനിഷ് കാണുന്നതിൽ സൺലൈറ്റ് കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കണ്ടോ നല്ല പച്ചപ്പോട് കൂടെ അതങ്ങനെ വരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ നട്ട സൂര്യകാന്തി ചെടി. അപ്പൊ ഇത് സൂര്യകാന്തി ചെടി ഞാനിങ്ങനെ കവറിൽ പാകി മുളപ്പിച്ചിട്ട് അതിന്റെ പിന്നീട് തൈകളാണ് കേട്ടോ നട്ടത്. പക്ഷെ എന്താണെന്നറിയില്ല വല്ലാണ്ട് ഇങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോയി. അപ്പൊ ഇതിങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന രീതിയിലുള്ള ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇലയൊന്നുമില്ല. പക്ഷെ എന്നാൽ നട്ടതിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂക്കളൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഹൈഡ്രഞ്ചിയം. അതായത് നല്ല പിങ്ക് കളറിൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 കൊലപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെറിയ ചെടിയാണ്. ഒരു 3 ചോടുണ്ട് കേട്ടോ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചേക്കണത്. അപ്പൊ ഇതും ഏകദേശം ഒരു ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ കളറ് എനിക്ക് പിങ്ക് തന്നെയായിട്ടാണ് തോന്നുന്നത്. ഈ കാണുന്നത് നമ്മുടെ വൈറ്റ് ബന്ദിപ്പൂവാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വൈറ്റ് കളറിലുള്ള ബന്ദിപ്പൂ? ഇത് ഒരു റെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ നല്ലൊരു ജമന്തിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട്. അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താ പറയാ, നമ്മുടെ പോയിൻസിറ്റിയ. അപ്പൊ നമ്മുടെ പോയിൻസിറ്റിയന്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടോ പൂക്കളെല്ലാം പോയി. ഇനി നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ടൈമായി. പിന്നെ അതൊക്കെ ചെയ്യണം. നമ്മുടെ ഒരു ഗാർഡൻ ടൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മള് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വിഷലുണ്ട് കേട്ടോ. നമ്മുടെ പോയിൻസിറ്റിയ ചെടി ഉണ്ടല്ലോ, എന്ത് ഭംഗിയുള്ള ഒരു ചെടിയാണെന്നറിയാം. ഈ ഒരു 2 ചെടി നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നിറച്ച് പൂവായിരിക്കും കേട്ടോ നമ്മുടെ ഒരു വേനൽക്കാലം മുഴുവനും. അപ്പം ഇത്രയും നല്ല ഭംഗിയായിട്ട് നല്ല ചുവന്ന കളറിലാണ് ഇതിന്റെ പൂക്കൾ. അടുത്തായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ 10 മണിച്ചെടിനെ കാണാം അല്ലേ.
വർണ്ണങ്ങൾ വാരി വിതറിയ പോലെയാണ് നമ്മുടെ 10 മണി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അപ്പം നല്ല പല വെറൈറ്റീസ് കളറുകളായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ 10 മണി ചെടി പൂത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു. ഇൻഡോർ പ്ലാന്റ്സ് ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് കുറവാട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്, ഇൻഡോർ പ്ലാന്റ്സിലോട്ടൊന്നും നമുക്ക് അങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചു കേട്ടോ. ഇത് നമ്മുടെ ബിഗോണിയാണ് കേട്ടോ. എന്തൊരു ഭംഗിയായിട്ട് ഒന്ന് നോക്കിയേ, നല്ല തിക്നെസ്സിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബിഗോണി പ്ലാന്റ് നിൽക്കുന്നു. ഗാർഡൻ വിശേഷങ്ങളും പൂക്കളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് അതിരാവിലെ ഒരു 8:30 മണിക്കാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം ടൈം 10:30 ആയിട്ടോ. അപ്പൊ നല്ല അത്യാവശ്യം നല്ലോണം വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ വീഡിയോ എടുത്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കളെയൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയോടുകൂടി ഇരിക്കണമെങ്കിൽ രാവിലെ എടുക്കണം. എന്ന് വെച്ചാൽ ഈ മഞ്ഞവെള്ളമൊക്കെ വീണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ പരമാവധി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഉള്ളിലേക്ക് ഇടണം. അപ്പൊ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈക്ക്, കമന്റ് ഇവയൊന്നും മറക്കാതെ എന്തായാലും ചെയ്തേക്കണേ. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല പൂക്കൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് J4A Tips എന്നാണ്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഓക്കെ, ബൈ.